NCP മുൻ സംസ്ഥാന പ്രസിഡന്റ് ഉഴവൂർ വിജയന്റെ 7ാം ചരമവാർഷികം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി അനുസ്മരണ സമ്മേളനവും ഉഴവൂർ വിജയൻ പുരസ്കാര വിതരണവും കോട്ടയത്ത് നടന്നു. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കേരള രാഷ്ട്രീയത്തിൽ സവർണ ഹൈന്ദവ ഫാസിസത്തിന്റെ ചാലുകൾ ഒഴുകി തുടങ്ങിയതായി മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ജയിച്ചവർ BJP-കാരെന്ന് ഞാൻ പറയില്ല. കേരള രാഷ്ട്രീയത്തിൽ സവർണ ഹൈന്ദവ ഫാസിസത്തിന്റെ ചാലുകൾ ഒഴുകി തുടങ്ങി എന്നതാണ് അതിൽ പഠിക്കേണ്ട പാഠം. വിജയനെ പോലെ പ്രഗത്ഭനായ ഒരു രാഷ്ട്രീയ നേതാവിനെ സ്മരിക്കുമ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ എന്ത് രാഷ്ട്രീയ പോംവഴിയാണ് നമ്മുടെ മുമ്പിലുള്ളത് എന്നതിന് ഉത്തരം കാണാൻ ബാധ്യതപ്പെട്ട നേതൃനിരത്തെയാണ് വിളിക്കുന്നത്. NCP ജില്ലാ പ്രസിഡന്റ് ബെന്നി മൈലാട്ടൂർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന പ്രസിഡന്റ് PC ചാക്കോ ഉഴവൂർ വിജയൻ പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. മുൻ സ്പീക്കർ VM സുധീരൻ പുരസ്കാരം ഏറ്റുവാങ്ങി. യൂത്ത് കോൺഗ്രസിന്റെയും ആ കാലത്തെ പ്രവർത്തനങ്ങൾ ശ്രീ വയലാർ രവി, AK ആന്റണി, ഉമ്മൻചാണ്ടി, PC ചാക്കോ തുടങ്ങിയ കടന്നപ്പള്ളി തുടങ്ങിയ ആ നിര എനിക്ക് തോന്നുന്നു ഒരു വലിയ സൗഹൃദ ബന്ധമാണ്. എനിക്ക് തോന്നുന്നു അന്ന് നടന്ന KSU യൂത്ത് കോൺഗ്രസ് ക്യാമ്പുകൾ, ആ ക്യാമ്പുകളിലെ ചർച്ചകൾ, ക്യാമ്പുകളിലെ സ്റ്റഡി ക്ലാസ്സുകൾ, സംഘടനാ തലത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ സംസ്ഥാന പ്രസിഡന്റും സംസ്ഥാനത്തെ പ്രധാന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ വിമർശന വിധേയമാക്കുന്ന ആ ശൈലി, പക്ഷെ പുറത്തിറങ്ങിയാൽ ഒറ്റക്കെട്ടാണ്, ഒരേ ശബ്ദമാണ്. സഹകരണ തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ മുഖ്യപ്രഭാഷണം നടത്തി. എത്ര ഗഹനമായ വിഷയങ്ങളും നർമ്മം ചാലിച്ച് സംസാരിക്കാൻ ഉഴവൂർ വിജയന് സാധിക്കുമായിരുന്നുവെന്ന് VN വാസവൻ അനുസ്മരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗകാലി നർമ്മം ചാലിച്ച രൂപത്തിലായി. അതുകൊണ്ട് തന്നെ എത്ര ഗഹനമായ വിഷയങ്ങൾ ആസ്വാദക ഹൃദയങ്ങളിൽ നർമ്മം ചാലിച്ച രൂപത്തിൽ അവതരിപ്പിക്കുന്നതുകൊണ്ട് അതിന് ശ്രോതാക്കൾ ഏറെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹം പലപ്പോഴും അദ്ദേഹത്തിന്റെ പാർട്ടി അല്ലെങ്കിൽ പോലും വ്യത്യസ്ത പാർട്ടികളുടെയും പ്രഭാഷകനായി അദ്ദേഹം മാറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA, സുരേഷ് കുറുപ്പ്, ലതിക സുഭാഷ് പുഞ്ചക്കോട്ടിൽ, PK ആനന്ദക്കുട്ടൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം.